അപ്പൊ ഞാന് ഈ ഒരു വീഡിയോ ഇടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷയെ പറ്റി ആലോചിക്കുമ്പോൾ, അതായത് ക്വിസിനെ പറ്റി ആലോചിക്കുമ്പോൾ കഴിഞ്ഞ ഓണത്തെ എക്സാം പോലെ ആയിരിക്കുമോ ഇത്തവണത്തെ എക്സാം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പേഴ്സണലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷ പാടാവോ അല്ലെങ്കിൽ എഴുതാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ഇവിടെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇന്ന് ഞാനിപ്പോൾ ആലോചിച്ചപ്പോൾ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ രണ്ട് സീറ്റ് ഉണ്ടെന്ന് വെച്ചു. ആ സീറ്റിലേക്ക് 10 പേര് മത്സരിക്കുന്നതെന്ന് വെച്ചു. അപ്പൊ എത്ര പേരെ കളയണം? 8 പേരെ കളഞ്ഞാൽ മതി. ഇനി അതേ 2 സീറ്റ് 100 പേരാണ് മത്സരിക്കുന്നെങ്കിൽ നമുക്ക് 2 സീറ്റല്ലേ ഉള്ളൂ, 98 പേരെ നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയണം. ഇനി അതേ 2 സീറ്റിന് കോമ്പറ്റീഷൻ കൂട്ടിയിട്ട് 1000 പേര് മത്സരിക്കുവാണെങ്കിൽ നമ്മൾ 998 പേരെ നമ്മൾ എലിമിനേറ്റ് ആക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കുറവായിരിക്കുമ്പം ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10 പേരിൽ 2 പേർക്ക് എഴുതാമെങ്കിൽ 100 പേരിനെ എടുക്കുമ്പം 20 പേർക്ക് എഴുതാം. അല്ലെങ്കിൽ 1000 പേരെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 പേർക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലോട്ടായിരിക്കും ടെസ്റ്റ് വരുന്നത്. അതായത് 1000 പേരിൽ 200 പേർക്ക് പരീക്ഷ എഴുതാം. പക്ഷേ ഈ ഒരു രീതിയിലാകുമ്പം 100 പേരിൽ 2 പേരെന്ന് പറയുമ്പം 1000 പേർക്ക് 1000 പേരിൽ 20 പേർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഡിഫിക്കൽറ്റിലോട്ട് വരും. ഇനി പിന്നെയും കോമ്പറ്റീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 പേരിൽ വെറും 2 പേർക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ, അതായത് പരീക്ഷ 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടിയായിട്ട് കോമ്പറ്റീഷൻ കൂടും. അതായത് ഈ ഒരു രീതി, അതായത് 1000 പേരിൽ 200 പേര് എഴുതുന്നതും 1000 പേരിൽ 2 പേര് എഴുതുന്ന വെച്ചും പരീക്ഷ 100 ടൈംസ് 100 ഇരട്ടി ടഫ് ആവുന്ന ഒരു കോമ്പറ്റീഷൻ, അതായത് ഡബിൾ ടഫ് ആവുന്ന രീതിയിലോട്ടുള്ള എക്സാം ആയിരിക്കും വരുന്നത്. ആ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ഇവിടെ നമ്മൾ 10 പേര് 2 പേരെ മതി, 8 പേരെ കളഞ്ഞാൽ മതി. അപ്പോൾ 1000 പേര് എഴുതുവാണെങ്കിൽ അതിന് അനുബന്ധികമായിട്ട് നമുക്ക് 200 പേരെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ രീതിയിലായിരിക്കും ടെസ്റ്റിന്റെ ലെവൽ പോകുന്നത്, ഡിഫിക്കൽറ്റി പോകുന്നത്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോൾ കോമ്പറ്റീഷൻ കൂടുന്നു അത്ര എക്സാം ടഫ് ആവും. അപ്പോൾ അതാണ് ജെഇ ഒക്കെ ഹൈ ഇതിൽ കൊണ്ടുവരുന്നത്. 1000 ഒന്നും അല്ല, ജെഇയിൽ വരുമ്പോഴത്തേക്കും ലക്ഷങ്ങളല്ലേ എഴുതുന്നത്. അപ്പോൾ ക്യുസാറ്റിനകത്തുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2024 പേപ്പറിന്റെ ഒരു പ്രത്യേകത, കുറെ പുതിയ കാര്യങ്ങൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. കുറേയൊന്നുമല്ല, ഒരു 10-20 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ അത് നിങ്ങളെ കൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് പറയുന്നില്ല, കാരണം നിങ്ങളെ പ്രിപ്പറേഷൻ എനിക്ക് അറിയില്ലല്ലോ. അതായത് നോർമലി ഒരാൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന, അതായത് ആ ഒരു ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ അത് തൊടാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു 10-20 ക്വസ്റ്റ്യൻ ഒരു എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് പുതിയ പേപ്പർ. കാരണം എന്താണ്, കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റ് എൻ്റെ അറിവിൽ 14K ആയിരുന്നു. ഈ നടന്ന എക്സാമിൽ അത് 17K വരെ 3000 പേര് റാങ്ക് ലിസ്റ്റിൽ തന്നെയുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിലും 20,000 പേരടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു 30,000 പേരിനടുത്ത് എഴുതി കാണും. നമുക്ക് എൻ്റെ ഡേറ്റ ഒന്നും ഇല്ല, ഞാനത് റഫ് പറയും, ഇത് ഷുവർ ആവാനുള്ള ചാൻസ് ഇല്ല, എൻ്റെ ഊഹം വെച്ച് പറയാം. അപ്പം സ്റ്റില് ഇപ്പം എഴുതുന്ന, അതായത് കഴിഞ്ഞ തവണ ഈ ചാനലിനകത്ത് ഒരു ക്യുസാറ്റിനെ പറ്റി ഒരു വീഡിയോ ഇടുവാണെങ്കിൽ ഒരു 10 പേര് കഴിഞ്ഞ തവണ ഒരു വീഡിയോ ഇടുമ്പോൾ കാണുമെങ്കിൽ നേരെ അത് 100-200 എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോമ്പറ്റീഷൻ ആ ഒരു രീതിയിൽ, അതായത് നിലവിലൊരു കണ്ടീഷനിൽ ക്വിസായിട്ട് നോക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ പോലെ അല്ല. പണ്ട് ഇപ്പോൾ ഒരു CET അല്ലെങ്കിൽ TKM കിട്ടുമ്പോൾ ഒരു അണ്ടർ 900 അല്ലെങ്കിൽ ഒരു 1000 റാങ്ക് വരുന്ന ഒരാൾ, എനിക്കൊക്കെ 1000 അണ്ടർ റാങ്ക് ഉണ്ടായിരുന്നു. നമ്മൾ KT കോളേജസ് ആണ് ബെസ്റ്റ്, അല്ലെങ്കിൽ അത് മതി എന്നുള്ള രീതിയിൽ അന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്ത് പോയി. പക്ഷേ ഇന്ന് അത് എടുക്കാതെ, ഓപ്റ്റ് ഔട്ട് ചെയ്യാതെ ക്വിസാറ്റ് തന്നെ കയറി അവിടെ തന്നെ സ്റ്റിക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം ഈ 1000 ഉള്ള ഒരാൾ എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ 1001 കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ 1000 ഉള്ള ആൾ എടുത്തു കഴിഞ്ഞാൽ 1001ന്റെ പോസിബിലിറ്റി പോയി. ഇനി 500 എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ 1000ന് കിട്ടാനുള്ള പോസിബിലിറ്റി പോയി. അപ്പം കൂടുതൽ ആളുകൾ അത് ഓഫർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കട്ട് ഓഫും ഹൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കോമ്പറ്റീഷൻ കൂടുമ്പോൾ ആകെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 1000 സീറ്റുകൾ, ലിമിറ്റഡ് സീറ്റുകൾ, സീറ്റ് അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നില്ല. അത് വെച്ച് നോക്കുമ്പം എക്സാമിന്റെ ടഫ്നെസ് നല്ലപോലെ കയറാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ എത്രത്തോളം ആപ്ലിക്കേഷൻ പോകുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും നിങ്ങളുടെ എക്സാം ടഫ് ആവുന്നത്. കാരണം എന്നാലേ ഈ ഫിൽട്ടറൈസേഷൻ നടക്കാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞ ആ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരാളെ വേണം, ജസ്റ്റ് 10 പേര് മത്സരിക്കുമ്പം 9 പേരെ കളയാം. അതായത് 100 പേരുടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 10 കിട്ടുന്ന രീതിയിൽ ആ റേഷ്യോയിലായിരിക്കും പരീക്ഷ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസ് പറയുമ്പം ഈ എക്സാമിന്റെ ലെവൽ നമ്മൾ നോക്കുമ്പോൾ 1000 പേരിൽ ഒരു 200 പേർക്ക് കിട്ടുന്ന ലെവലിലായിരിക്കും. അതായത് ഒരു 1000 പേരെടുത്താൽ 200 പേർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ പിന്നീട് എക്സാം കുറച്ചുകൂടി ടൈറ്റ് ആകുമ്പോൾ 1000 പേരിൽ ഒരു 20 പേർക്കേ ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ ടൈറ്റ് ആവും. അതായത് 10 ഇരട്ടി കൂടുമ്പം എക്സാമിന്റെ ആപ്ലിക്കേഷൻ 10 ഇരട്ടി കൂടുമ്പോൾ, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ 10 ഇരട്ടി കൂടുമ്പോൾ എക്സാമിന്റെ ഡിഫിക്കൽറ്റി 10 ഇരട്ടി ആയിട്ട് കൂടും. അതായത് 200 എന്നുള്ളത് നേരെ അത് 20 ആയിട്ട് മാറും. അപ്പൊ അത്രയും ഒരു ചേഞ്ച് ഇവിടെ ഡ്രാസ്റ്റിക് ആയിട്ട് നടക്കും. അപ്പൊ അതും ഒരു വലിയൊരു ഫാക്ടറാണ്, എത്ര ആപ്ലിക്കേഷൻ പോകുന്നു എന്നുള്ളതും നിങ്ങളുടെ ഒരു എൻക്വയറി അനുസരിച്ച്. അപ്പോൾ കട്ട് ഓഫും ഇതും ചേഞ്ച് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം എൻ്റെ ക്ലാസ്സിൽ തന്നെ ഉള്ള മിക്കവരും നേവൽ ആർക്കിടെക്ചർ, ഫയർ ആൻഡ് സേഫ്റ്റി മാത്രം, അതിന് വേണ്ടി മാത്രം നിന്ന് ഇപ്പോഴേ തുടങ്ങിയ ആളുകളുണ്ട്, പ്രിപ്പറേഷൻ ക്യുസായിട്ട് മാത്രം ഫോക്കസ് ചെയ്തിട്ട്. അപ്പം ആ ഒരു രീതിയിലാണ് ഇനി
അങ്ങോട്ടുള്ള ക്യുസാറ്റ്. ഞാനത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ആരെങ്കിലും നേവൽ ആർക്കിടെക്ചറിന് വേണ്ടി ക്യുസാറ്റിന് വേണ്ടി തുടക്കം തൊട്ടേ റിപ്പീറ്റ് ചെയ്യുമെന്നുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്ത കാര്യമല്ല. റിപ്പീറ്റേഴ്സിനെ കിട്ടുമെന്നുള്ളത്. അത് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത്. ഇപ്പോഴേ ഇത്ര ആളുകൾ ക്യുസാറ്റിന് വേണ്ടി എടുക്കുമെന്നുള്ളത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതായിട്ടില്ല. അതായത് ഞാൻ തന്നെ ഈ ഒരു കാര്യത്തിൽ കുറേ സർപ്രൈസ്ഡ് ആണ്. നിങ്ങൾ ഈ യൂട്യൂബ് കാണുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ചാനൽ ഇത്രയും ആക്റ്റീവ് ആവുന്ന ഈ സമയമുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തു അതൊരു ജനുവരി ടൈമിൽ അല്ലെങ്കിൽ ഫെബ്രുവരി ടൈമിൽ ഈ ഒരു വ്യൂസ് കിട്ടും. എക്സാം സമയമാകുമ്പോൾ കൂടുതൽ വരും. കാരണം കഴിഞ്ഞ തവണയൊക്കെ എന്താണ് എക്സാം നടക്കുന്നതിൻ്റെ സമയത്താണ് എല്ലാവരും പഠിച്ചു തുടങ്ങിയിരുന്നത്. കഴിഞ്ഞ എൻ്റെ അങ്ങേ തവണ അത് കണക്ക് തന്നെ എക്സാമിൻ്റെ 3-4 ദിവസമൊക്കെ എല്ലാവരും കൂടുതൽ ഇതിനു വേണ്ടി ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലല്ലാതെ കോമ്പറ്റീഷൻ കൂടിയാലും ഇല്ലെങ്കിലും ആളുകളുടെ പ്രിപ്പറേഷനും അതനുസരിച്ചിട്ട് കൂടുന്നുണ്ട്. അതും ഒരു ടൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് ആളുകൾ കൂടുതൽ എന്താണ് ഫോക്കസ് ചെയ്ത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ നോർമൽ ഒരു എക്സാം അല്ലെങ്കിൽ പഴയ ഒരു രീതിയിലോട്ട് കാണാതെ ഇനി ക്യുസാറ്റിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കണ്ടാലേ നിങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 17 സീറ്റ് നേവൽ ആർക്കിടെക്ചറിനുണ്ടെങ്കിൽ അതായത് 17 സീറ്റ് നേവൽ ആർക്കിടെക്ചറിന് മൊത്തം ഉണ്ടെങ്കിൽ 20 പേരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് നേവൽ ആർക്കിടെക്ചറിന്. അപ്പം നമുക്ക് തന്നെ എന്താണ് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് കയറി നിങ്ങൾക്ക് മേടിച്ചു തരാമെന്ന് പറയാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒരുപാട് ഉണ്ടെന്നുള്ള രീതിയിലേ ഉള്ളൂ. കാരണം 20 പേരെ നമുക്ക് കയറ്റാൻ പറ്റില്ലല്ലോ 17 സീറ്റ് ഉള്ളപ്പം. അതായത് 34 സീറ്റിൽ പകുതി റിസർവേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. NRI പല പല റിസർവേഷൻ അങ്ങനെ കുറേ പോകും. പിന്നെ ആളിൻ്റെ കോട്ട, അപ്പോൾ പിന്നെ അത് കോമ്പറ്റീഷനോ. അപ്പം ഒരു 17 സീറ്റിന് വേണ്ടിയിട്ടാണ് 20-30 ആളുകൾ ഇനി ഇങ്ങോട്ട് കോമ്പറ്റീഷനായിട്ട് വരുന്നത്. അപ്പോൾ അത്രയും ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുക എക്സാം. പക്ഷേ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ സെറ്റിൽഡാണ്. പിന്നെ നിങ്ങളൊരു കാര്യം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ജോലി ഉറപ്പാണ്. വലിയൊരു ലെവലിലോട്ട് പോകും. പക്ഷേ ഈ ഒരു കോമ്പറ്റീഷൻ നമ്മൾ വിചാരിച്ച പോലെയല്ല. കുറച്ചും കൂടി നല്ലപോലെ ടൈറ്റായിട്ട് ഇനി കയറും.